ഒരു തവണയെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എല്ലാതരം ആളുകളും ബസ് യാത്രയുടെ ഭാഗമാകാറുണ്ട്. വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും ദൂരയാത്രകൾക്ക് പോകുന്നവരുമൊക്കെ അതിൽപ്പെടുന്നു. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബസ് യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും സുരക്ഷിതമായിരിക്കണമെന്നില്ല. തിരക്കുള്ള ബസ്സുകളിൽ വിദ്യാർത്ഥിനികളും മറ്റ് സ്ത്രീകളുമെല്ലാം നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ നിരവധി ചർച്ചയായിട്ടുണ്ട്. അത്തരത്തിൽ തന്റെ കോളേജ് പഠനകാലത്ത് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റിയ എന്ന യുവതി. അത്തരം അനുഭവങ്ങളെ ശക്തമായി നേരിടാൻ പഠിച്ചതിനെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട്. കുറിപ്പ് ഇങ്ങനെയാണ്: അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയ സമയമാണ്. +2 വരെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ നഗരത്തിലേക്കുള്ള ബസ് യാത്ര അന്ന് എനിക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു. എന്നും രാവിലെ തിങ്ങി നിറഞ്ഞ ബസ്സിലെ കാഴ്ചകൾ കണ്ടുള്ള യാത്ര ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. തുടക്കത്തിലൊന്നും എനിക്ക് ആ തിരക്കുള്ള യാത്ര ഒരു പ്രശ്നമായി തോന്നിയിട്ടേയുണ്ടായിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ ചില ആളുകളുടെ അസ്വാഭാവികമായ സ്പർശനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. എന്നാൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഞാൻ ആ സമയം എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ചില ദിവസങ്ങളിൽ പിന്നിൽ നിന്നും പലതരത്തിലുള്ള സ്പർശനങ്ങളും ഉണ്ടാകാറുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും എന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നുകയുമില്ല. സ്ഥിരം ബസ് യാത്രകൾ ചെയ്ത അനുഭവമില്ലാത്തതുകൊണ്ട് തന്നെ അന്നെനിക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുന്തോറും ആ സ്പർശനങ്ങൾ കൂടി വന്നു. ഒരു ദിവസം ഒരു കൈ എന്റെ പിന്നിലൂടെ അരക്കെട്ടിൽ പിടിക്കുന്നതായി എനിക്ക് തോന്നി. ആ നിമിഷം തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ആ കൈ എന്റെ ശരീരത്തിലൂടെ മേലോട്ട് കയറി വന്നു. അതോടെ ഭയന്ന് വിറച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി നിന്നു. ബസ് നിർത്തിയ ഉടൻ തന്നെ ഞാൻ ആ ഭീകരമായ തിരക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി. ആ സമയം എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആകെ ഭയന്നുപോയ നിമിഷം. ആ ഒരു സംഭവത്തിനു ശേഷം ബസ് യാത്ര ഞാൻ വെറുക്കാൻ തുടങ്ങി. ആ ദുരനുഭവം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പിറ്റേന്ന് ഈ സംഭവം ഞാൻ എന്റെ സുഹൃത്തിനോട് പങ്കുവെക്കുകയും ചെയ്തു. അവൾ എന്നെ ചേർത്ത് പിടിച്ചു. ഭയപ്പെടേണ്ടതില്ലെന്നും ഇത് നിന്റെ മാത്രം അനുഭവമല്ല എന്നും അവൾ എന്നോട് പറഞ്ഞു. ഇത് ഒരുപാട് കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണെന്നും ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെന്നും അവൾ പറഞ്ഞു. ഭയന്ന് പിൻവാങ്ങുകയല്ല, മറിച്ച് ഉറച്ച മനസ്സോടെ പ്രതികരിക്കുകയാണ് വേണ്ടത് എന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. ഇനി ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു വിദ്യയും അവൾ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ ഇതേ അനുഭവം വീണ്ടും എനിക്കുണ്ടായി. തിരക്കിനിടയിൽ ഒരു കൈ എന്റെ ദേഹത്ത് വന്ന് പതിച്ചു. എന്നാൽ ഇത്തവണ ഞാൻ ഭയപ്പെട്ടില്ല. ദേഹത്തെ സ്പർശിച്ചതോടുകൂടി ഞാൻ ശക്തമായി എന്റെ കൈമുട്ടുപയോഗിച്ച് അയാളുടെ വയറ്റിൽ ഒറ്റ ഇടി കൊടുത്തു. ഇടി കൊണ്ടപാടെ അയാൾ വേദന കൊണ്ട് പിൻവലിഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആകെ അമ്പരന്നു പോയി. സാധാരണ വേഷം ധരിച്ച എന്റെ പിതാവിനേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. എന്നെപ്പോലെ എത്രയോ പെൺകുട്ടികളോട് അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ ആ സമയം ഓർത്തു. സംഭവശേഷം ഒരു കൂസലുമില്ലാതെ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അയാളെ തുറിച്ചു നോക്കി. എന്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്നും പിന്നിലേക്ക് പോവുകയും അടുത്ത ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ സംഭവം ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഇന്നും ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം ദുരനുഭവങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരം മോശമായ അനുഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിക്കുക. ഒരു പെൺകുട്ടിയും ഇത്തരം ദുരനുഭവങ്ങൾക്ക് നിശബ്ദരായി നിന്നു കൊടുക്കേണ്ടതില്ല. എനിക്കുണ്ടായ ഈ ദുരനുഭവം കുറച്ചുപേർക്കെങ്കിലും ആത്മവിശ്വാസം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ആ യുവതി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഇവിടെ പങ്കുവെക്കാനായി മറക്കരുത്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ.